ഇന്നലെ കണ്ണൂർ കേളകത്ത് നാടകസംഘം സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞ് മരിച്ച അഭിനേത്രികളുടെ പൊതുദർശനം കായംകുളം KPSCയിൽ തുടരുകയാണ്. നാടകലോകത്തെ അതികായന്മാർ അധിവസിച്ച KPSCയിൽ വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാക്കാൻ പോകുക. മുതുകുളത്തെ അഞ്ജലി, കരുനാഗപ്പള്ളിയിലെ ജെസ്സി മോഹൻ എന്നീ നടികളാണ് ഈ അപകടത്തിൽ മരിച്ചത്. വളരെ സങ്കടകരമായിരുന്നു. എന്തായാലും അവർ പരിപാടിയൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന വഴിയിലാണ് ഈ ഗൂഗിൾ മാപ്പിട്ട് പോയി ദിശ തെറ്റി അപകടത്തിൽ വീണ് വണ്ടി കുഴിയിലേക്ക് വീണ് ഈ അപകടം ഉണ്ടായതും ഈ രണ്ടു പേർക്ക് മരണം ഉണ്ടായതും. മറ്റു ചില ആൾക്കാർ കൂടി ചികിത്സയിലാണ്. മനീഷ് മൊഗിവാൽ കായംകുളത്തെ KPSC ഓഫീസിൽ നമുക്കൊപ്പം ചേരുകയാണ്. മനീഷ്, വിശദാംശങ്ങൾ. SKN ഇന്നലെയാണ് ഇരുവരുടെയും മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. ഇന്ന് രാവിലെ 8 മണിയോടെ കായംകുളം KPSC ആസ്ഥാനത്ത് അഞ്ജലിയുടെയും ജെസ്സിയുടെയും മൃതദേഹം എത്തിച്ചു. 10 മണിവരെയാണ് പൊതുദർശനം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ 9 മണി വരെ ആയിരുന്നു. പക്ഷേ തിരക്ക് കാരണം ആളുകൾ കൂടുതൽ പേർ എത്തുന്നു. 100 കണക്കിന് ആളുകളാണ് എത്തുന്നത്. സിനിമ, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകൾ, സാമൂഹ്യ നാടക പ്രവർത്തകരായിട്ടുള്ള ആളുകൾ. സാംസ്കാരിക വകുപ്പിന് വേണ്ടി മന്ത്രി സജി ചെറിയാനാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ഇതിനുശേഷം 10 മണിക്ക് ശേഷം ഇരുവരുടെയും മൃതദേഹം അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. അഞ്ജലിയുടെ ഭർത്താവിൻ്റെ വീട് ആലപ്പുഴ മുതുകുളത്താണ്. അവിടേക്കായിരിക്കും, വീട്ടുവളപ്പിലായിരിക്കും ശവസംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലാണ് ജെസ്സിയുടെ വീട്. ജെസ്സിയുടെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ജെസ്സിയുടെ ഭർത്താവ് മോഹനൻ നേരത്തെ മരിച്ചു പോയതാണ്. ഇരുവരും നാടക പ്രവർത്തകരാണ്. അഞ്ജലിയെ സംബന്ധിച്ച് അഞ്ജലി ചെറിയ പ്രായമാണ്. ഇരുവരും ചേർന്ന് അഭിനയിച്ച ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ വനിതാ മെസ്സ് എന്ന നാടകം വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ചു. ആ നാടകത്തിന് വേണ്ടിയിട്ടായിരുന്നു അവർ കണ്ണൂർ കടന്നപ്പള്ളിയിൽ കഴിഞ്ഞ 14-ാം തീയതി, അതായത് മിനിഞ്ഞാന്ന് പോയി നാടകം അവതരിപ്പിക്കുകയും പിന്നീട് സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുമ്പോഴായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. എന്താണെങ്കിലും SKN അരങ്ങിൽ ആളുകളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ച ആളുകളാണ് ഇപ്പോൾ നമ്മളെ കരയിക്കുകയും ചെയ്യുന്നത്. മലയാള നാടക വേദിക്ക് വലിയ നഷ്ടമാണ് ഇവരുടെ വേർപാട് കൊണ്ടുണ്ടാകുന്നത്.